നീ ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഈ ലോകകപ്പിൽ മെസ്സിയും നെയ്മറും റൊണാൾഡോയെക്കുറിച്ചും മാത്രമല്ല അറിയേണ്ടത്. ഈ ലോകകപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും നീ അറിയേണ്ടതുണ്ട്. എന്താണെന്നല്ലേ, നമുക്കതൊന്ന് പെട്ടെന്ന് കണ്ണോടിച്ചു വിടാം. അതായത് ഒരു ലോകകപ്പ് വരുമ്പോൾ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത് ആരാകും കപ്പ് നേടുക, ആരാകും ടോപ്പ് സ്കോറർ, ഏത് ടീമാണ് ഫേവറിറ്റ് എന്നൊക്കെയാണ്. പക്ഷെ 2026 ലോകകപ്പ് അതിനേക്കാൾ വലുതാണ്. കാരണം ഇത് വെറും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അല്ല, ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഒരു യുഗം അവസാനിക്കുകയും മറ്റൊരു യുഗം ആരംഭിക്കുകയും ചെയ്യുന്ന വേദിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ 2026 ലോകകപ്പിനെ വെറും മത്സരങ്ങളുടെ കണ്ണിലൂടെയല്ല, ചരിത്രത്തിന്റെ കണ്ണിലൂടെ നോക്കാൻ പോകുന്നത്. ഫിഫ എന്തുകൊണ്ടാണ് ഒരൊറ്റ രാജ്യത്തിന് പകരം 3 രാജ്യങ്ങളെ ആതിഥേയരാക്കിയത്? എന്തുകൊണ്ടാണ് ഈ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് എന്ന് പറയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ ടൂർണമെന്റിനെ കാണാൻ ലോകം ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് 2026 ലോകകപ്പിന്റെ യഥാർത്ഥ ഭാരം നമ്മൾ തിരിച്ചറിയുന്നത്. ഫുട്ബോൾ ഒന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയാണ്. ഒരു കാലത്ത് 16 ടീമുകൾ മാത്രം ഉണ്ടായിരുന്ന ലോകകപ്പ് പിന്നീട് 24 ആയി, പിന്നീട് 32 ആയി. എന്നാൽ ഇപ്പോൾ ആദ്യമായി 48 ടീമുകൾ. അതായത് കൂടുതൽ രാജ്യങ്ങൾ, കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ ആരാധകർ, കൂടുതൽ കഥകൾ. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഇനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫിഫയുടെ ലക്ഷ്യം അതിനെ കൂടുതൽ രാജ്യങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് 2026 ലോകകപ്പ് ഒരു ടൂർണമെന്റിനേക്കാൾ വലിയ ഒരു ആഗോള പദ്ധതിയായി മാറിയത്. അതാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളെ ഒരുമിച്ച് തിരഞ്ഞെടുക്കാൻ കാരണമായത്. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ അമേരിക്ക, ഫുട്ബോളിനോടുള്ള പ്രണയം അതിവേഗം വളരുന്ന കാനഡ, ഫുട്ബോൾ ഒരു മതം പോലെ ജീവിക്കുന്ന മെക്സിക്കോ. 3 വ്യത്യസ്ത സംസ്കാരങ്ങൾ, 3 വ്യത്യസ്ത ഫുട്ബോൾ ലോകങ്ങൾ, എന്നാൽ ഒരു ലക്ഷ്യം മാത്രം: ലോകത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് സൃഷ്ടിക്കുക. ഈ ലോകകപ്പിന്റെ മറ്റൊരു പ്രത്യേകത സ്റ്റേഡിയങ്ങളാണ്. ഖത്തർ ലോകകപ്പ് നമ്മളെ അത്ഭുതപ്പെടുത്തിയെങ്കിലും 2026 ലോകകപ്പ് മറ്റൊരു തലത്തിലാണ്. ഇവിടെ പല സ്റ്റേഡിയങ്ങളും ഫുട്ബോളിന് വേണ്ടി മാത്രം നിർമ്മിച്ചതല്ല, ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന സ്പോർട്സ് സാമ്രാജ്യങ്ങളാണ്. ന്യൂയോർക്കിലെ ഫൈനൽ വേദിയായ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ഒരു സ്റ്റേഡിയം മാത്രമല്ല, ഒരു നഗരത്തിനുള്ളിലെ മറ്റൊരു നഗരം പോലെയാണ്. അമേരിക്കയിലെ പല വേദികളും അത്രത്തോളം വലിപ്പവും സാങ്കേതിക മികവും ഉള്ളവയാണ്. എന്നാൽ സ്റ്റേഡിയങ്ങളുടെ ഭംഗിയേക്കാളും വലിയൊരു കഥ മെക്സിക്കോയിലെ അസ്റ്റക സ്റ്റേഡിയത്തിനുണ്ട്. കാരണം ചരിത്രം മതിലുകളിൽ എഴുതിയിട്ടില്ലെങ്കിൽ പോലും ചില മൈതാനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പെലെ ലോകത്തെ കീഴടക്കിയ മൈതാനം, മറഡോണ തന്റെ മഹത്വം തെളിയിച്ച മൈതാനം, ഫുട്ബോൾ ചരിത്രത്തിലെ ചില ഏറ്റവും വലിയ നിമിഷങ്ങൾ കണ്ട മൈതാനം. 2026 വീണ്ടും അത് ലോകകപ്പിന്റെ ഭാഗമാകുമ്പോൾ ഒരു സ്റ്റേഡിയം മാത്രമല്ല തിരികെ വരുന്നത്, ഫുട്ബോളിന്റെ ഓർമ്മകളാണ് തിരികെ വരുന്നത്. പക്ഷേ 2026 ലോകകപ്പിനെ ഇത്രയും പ്രത്യേകമാക്കുന്നത് സ്റ്റേഡിയങ്ങളോ 3 രാജ്യങ്ങളോ അല്ല, അതിനേക്കാൾ വലിയൊരു വികാരമുണ്ട്. കാരണം ഈ ലോകകപ്പ് ഒരു പക്ഷേ അവസാനമായി ചില ഇതിഹാസങ്ങളെ ലോകകപ്പ് വേദിയിൽ കാണാനുള്ള അവസരമായേക്കും. ലോകകപ്പ് ഉയർത്തി നിൽക്കുന്ന ലയണൽ മെസ്സിയുടെ ചിത്രം ഇന്നും ഫുട്ബോൾ ലോകത്തിന്റെ മനസ്സിലുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വീണ്ടും ലോകകപ്പിലേക്ക് വരുമോ? വന്നാൽ അത് എന്തിനായിരിക്കും? മറ്റൊരു കിരീടത്തിനായിട്ടോ, അല്ലെങ്കിൽ അവസാനമായി ആരാധകരോട് വിട പറയാനാണോ? ഈ ചോദ്യമാണ് അർജന്റീന ആരാധകരെ ആവേശത്തിലാക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രയും കാലം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിലനിന്ന താരങ്ങൾ വളരെ കുറവാണ്. 2026 എത്തുമ്പോൾ പ്രായം അദ്ദേഹത്തിനെതിരെ നിൽക്കും. പക്ഷെ തന്റെ മുഴുവൻ കരിയറിലും പ്രായത്തെയും സംശയങ്ങളെയും തോൽപ്പിച്ച മനുഷ്യനാണ് റൊണാൾഡോ. അതുകൊണ്ടാണ് ആരാധകർ ഇന്നും പ്രതീക്ഷ കൈവിടാത്തത്. പക്ഷെ നെയ്മർ ബ്രസീലിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി എത്തിയെങ്കിലും ലോകകപ്പ് അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും അപൂർണമായ ഒരു കഥയായി തന്നെ തുടരുകയായിരുന്നു. പരിക്കുകൾ, വിമർശനങ്ങളും നിരാശകളും എല്ലാം പിന്നിലാക്കി അവസാനമായി ഒരു ലോകകപ്പ് വേദിയിലേക്ക് അദ്ദേഹം എത്തുമോ എന്നത് ലോക ഫുട്ബോളിന്റെ വലിയ ചോദ്യങ്ങളിലൊന്നാണ്. എന്നാൽ ജീവിതം പോലെ ഫുട്ബോളും ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു: ആരും എന്നേക്കുമായി രാജാവായി തുടരില്ല. അതുകൊണ്ടാണ് ഈ ലോകകപ്പ് മറ്റൊരു തലമുറയുടെ വരവിനും വേദിയാകുന്നത്. എംബാപ്പെ, ബെല്ലിംഗാം, വിനീഷ്യസ്, ലാമിൻ യമാൽ തുടങ്ങിയ പുതിയ തലമുറ ഇനി ഭാവി താരങ്ങളല്ല, അവർ ഇപ്പോഴത്തെ ലോക ഫുട്ബോളിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളാണ്. മെസ്സിയും റൊണാൾഡോയും നിർമ്മിച്ച വേദി ഏറ്റെടുക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 2026 ലോകകപ്പ് ഒരു കിരീട പോരാട്ടം മാത്രമല്ല എന്ന് ഞാൻ പറയുന്നത്. ഇത് ഒരു അധികാര കൈമാറ്റ ചടങ്ങാണ്, ഒരു തലമുറയുടെ അവസാനവും മറ്റു തലമുറയുടെ ഔദ്യോഗിക തുടക്കവും. ഫുട്ബോളിന്റെ പഴയ രാജാക്കന്മാരും പുതിയ രാജാക്കന്മാരും ഒരേ വേദിയിൽ ഏറ്റുമുട്ടുന്ന നിമിഷം. ഒരു കാര്യം ഓർക്കുക: ചില ലോകകപ്പുകൾ വിജയികളെ മാത്രം ഓർമ്മിപ്പിക്കും, എന്നാൽ ചില ലോകകപ്പുകൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാകും. 1970 പെലെയെ ഓർമ്മിപ്പിക്കുന്നു, 1986 മറഡോണയെ ഓർമ്മിപ്പിക്കുന്നു, 2022 മെസ്സിയെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 2026 ലോകകപ്പ് ഒരു പക്ഷേ നമ്മളെ ഓർമ്മിപ്പിക്കുക ഒരു കാര്യം മാത്രമായിരിക്കും:
ഒരു മഹത്തായ തലമുറയുടെ അവസാന അധ്യായവും പുതിയൊരു ഫുട്ബോൾ യുഗത്തിന്റെ ജനനവും. അതുകൊണ്ടാണ് 2026 ലോകകപ്പ് കാണുന്നത് വെറും മത്സരങ്ങൾ കാണുന്നത് പോലെയല്ല. ഫുട്ബോൾ ചരിത്രം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ എഴുതപ്പെടുന്നത് കാണുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങൾ, ഏറ്റവും കൂടുതൽ ടീമുകൾ, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, ഒരു പക്ഷേ അവസാനമായി ലോകകപ്പ് വേദിയിൽ ഇറങ്ങുന്ന ഇതിഹാസം, കൂടാതെ ലോകം ഭരിക്കാൻ എത്തുന്ന പുതിയ സൂപ്പർ താരങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: 2026 ലോകകപ്പ് ഒരു ടൂർണമെന്റ് മാത്രമല്ല, ഫുട്ബോൾ ചരിത്രത്തിലെ അടുത്ത മഹത്തായ അധ്യായമാണ്. നിങ്ങളൊരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഈ ഒരു ലോകകപ്പ് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ അത്രമേൽ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ജൂലൈ അവസാനം ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ വീഴാതെ നിങ്ങൾ ഈ ലോകകപ്പോട് വിട പറയില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം, നല്ലൊരു പ്രതീക്ഷ വെക്കാം, ഇതൊരു നല്ലൊരു ലോകകപ്പ് ആകട്ടെ എന്ന്.